ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കുളിക്കാൻ പോവാണ്. എന്നും കുളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുളിക്കുന്നതിന് മുൻപ് ഇന്ന് എൻ്റെ ഓയിലിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഹെയറിൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ എന്താണ് എൻ്റെ ഫേസിന് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരട്ടെ. ഓക്കെ, ഹെയറിന് ഞാൻ ഭൂമിക ബേബിക്സിൻ്റെ ഹെയർ ഓയിലാണ് ഉപയോഗിക്കാറ്. ഒരു 1.5 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കാറ്. ഞാൻ ആഴ്ചയിൽ 2 വട്ടേ ഹെയർ ഓയിൽ ചെയ്യാറുള്ളൂ. അപ്പം നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ പോയി കുളിക്കും. അങ്ങനെ ഷാമ്പൂ ചെയ്ത് ഹെയർ വെക്കാറാണ് പതിവ്. കുറച്ച് ബേബി ഹെയർസൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. എനിക്ക് ബേബി ഹെയർസൊക്കെ അത്യാവശ്യം നല്ല ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഹെയറിൻ്റെ കാര്യം. പിന്നെ ഫേസിൽ എൻ്റെ ഇപ്പോൾ അത്യാവശ്യം മാർക്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ മങ്ങിയൊരു മാർക്കുകളാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ പഴയൊരു ഫോട്ടോ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് എന്നെ ഈ ഒരു ലെവലിലേക്കെങ്കിലും ആക്കാൻ ഹെൽപ്പ് ചെയ്തത് എല്ലോ എലിക്സറിൻ്റെ തുൾസ്ന ആൻറ്റി ആക്നെ പാക്കാണ്. 100 on 100. എനിക്കതിലും അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് എമൗണ്ട് പാക്ക് എടുത്തിട്ട് അത് ഞാൻ നോർമൽ വാട്ടറിലാണ് മിക്സ് ചെയ്യാറ്. വേണമെങ്കിൽ റോസ് വാട്ടറിലും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മീഡിയം ഉപയോഗിക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് തേക്കാറ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിൽ ഓയിലിംഗ് ചെയ്യണം. കുറച്ചെടുത്ത് എനിക്ക് ഓയിലി ഫേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ഹെഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നല്ല കുരുക്കൾ വരും മുഖത്ത്. അപ്പോൾ ഞാനൊരു കൺട്രോളാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ തലയിൽ എണ്ണ വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കഴുത്തിലേക്ക് നീരിറങ്ങിയിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. സോ കൺട്രോൾഡ് ഓയിലിംഗ് ആണ് ഇവിടെ നടക്കാറ്. അപ്പോൾ തലയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കുളി പാസ്സാക്കണം. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എണ്ണ കെയർ ചെയ്യാറ് ബിഫോർ കുളി. അതായത് ഇതെല്ലാ ദിവസവും ഇല്ല, പക്ഷേ ഇതെല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഓക്കെ, പിന്നെ കുളിച്ചിട്ട് കാണാം. ബൈ.